കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം നമ്മൾ 22ാമത്തെ സർഗം പിന്നെ അധ്യാത്മകാണ്ഡത്തിലത്തെ 1-ാം സർഗത്തിലത്തെ 22ാം ശ്ലോകം നമ്മൾ ചെയ്തു. അപ്പോൾ അതിലെന്താ പറഞ്ഞ വെച്ചാൽ ഈ ജ്ഞാനസൂര്യനായ ഭഗവാന്റെ സന്നിധാനത്തിൽ പിന്നെ എന്താണ് അവിദ്യ എന്ന പേര് മായയുടെ പേരാണ്. ആദി ഇല്ലെങ്കിലും അവസാനം ഉണ്ടാവുമ്പോൾ മായ ഇല്ലാതെയാവും. ഭഗവാന്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണ്. അവസാനം മായയും ഭഗവാനിൽ തന്നെ ലയിക്കും. അപ്പോൾ നശിക്കില്ല, പക്ഷേ ലയിക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ദേഹാഭിമാനം നശിക്കുന്നവരോടുകൂടി നമുക്ക് മായാനാശം ഉണ്ടാവും. നമ്മുടെ മായയും നശിക്കും ദേഹാഭിമാനം ഇല്ലാതെ ആവുമ്പോഴേ. അതായത് ജ്ഞാനം കൊണ്ട് ഈ നമ്മൾ സൂക്ഷ്മ ശരീര രൂപത്തിൽ നമ്മൾ സുഖദുഃഖങ്ങളൊക്കെ പിന്നെ അനുഭവിക്കണത് അജ്ഞാനം കൊണ്ടാണ്. ആ അജ്ഞാനം നശിക്കുന്നത് തന്നെയാണ് ഈ സൂക്ഷ്മ ശരീരനാശവും. ആ അജ്ഞാനം നശിക്കുന്നതോടെ നമുക്ക് ഈ സൂക്ഷ്മ ശരീരം നശിക്കും. സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞല്ലോ നമ്മളെ, അല്ലേ? കർമ്മേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, പഞ്ചപ്രാണങ്ങളെ, പഞ്ചഭൂതങ്ങളെ, മനസ്സ്, ചിത്ത, ബുദ്ധി, അഹങ്കാരം, അതൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ അതോടെ നശിക്കും. അതായത് അജ്ഞാനം നീങ്ങുമ്പോൾ. ഇതിനെയാണ് നമ്മൾ പ്രകൃതി പുരുഷ വിവേചനം എന്നൊക്കെ വേദാന്തത്തിൽ പറയണ എന്നൊക്കെയാണ് നമ്മൾ 22-ൽ പറഞ്ഞത്. ഇനി വേറെ ഇതും കൂടി ഉണ്ട്. കാരണം ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പിന്നെ എന്താണ് നാരദനും തമ്മിൽ നാരദ രാഘവ സംവാദം എന്ന് പറഞ്ഞിട്ട് എന്താണ് എഴുത്തച്ഛനും വളരെ നന്നായിട്ട് ആ ഇപ്പം പറഞ്ഞ് ഈ തത്വങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗം ഞാൻ വായിക്കാം. നീയെല്ലാം മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനം അവ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുള്ള മഹത്തത്വം എന്നതതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ ഉർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണാനിന്ദ്രിയ ജാല സംയുക്തമായ ഒന്നല്ലോ. അതായത് ലിംഗദേഹം എന്തൊക്കെയാന്ന് പറയാ. ജന്മ മൃതി സുഖ ദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ഈ സൂക്ഷ്മ ശരീരത്തിന് തന്നെയാണ് ജീവൻ എന്ന് പറയണത്. ചൊല്ലാവതല്ല അതാനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ. അതന്നെയാണ് പറഞ്ഞത്. ഇനിയോ എങ്ങനെയാ വെച്ചാൽ ഈ എന്താണ് നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ, അല്ലേ? ലോകം മുഴുവൻ ഭഗവാൻ എന്നാണ്. നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻ കളിയാകുന്നിതൊക്കെയും ഓർക്കം ഇതൗ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. അതായത് കയറ് കണ്ട് പാമ്പാന്ന് വിചാരിക്കും ഭയക്കുക. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ. ഞാൻ ആ പരമാത്മാവ് തന്നെയാണെന്ന് അറിഞ്ഞാൽ ഭവദുഃഖങ്ങളൊക്കെ അറിയും. ത്വൽക്കഥാ നാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിയിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടും ഇല്ലൊരു സംശയം.
ത്വദ്ഭക്ത ഭൃത്യന്മാരിൽ ഏകനെന്നാൽ പജ്ഞനാമെന്നെയും കരുതേണമേ. നാരദനാ പറയണ കേട്ടോ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കേണമേ. ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകദാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത. നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. ബ്രഹ്മാവിൻ്റെ മകനാണല്ലോ. പിന്നെയും വീണു നമസ്കരിച്ചെന്നീ വണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദ ബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇനി നാരദൻ വന്ന കാര്യമൊക്കെ പറയണതാണ്. നമ്മൾ അവിടെ എത്തിട്ടോ പൊഞ്ഞി. 23 ഞാൻ വായിക്കാം. കുറച്ചും കൂടി തത്വം പറയുന്നുണ്ട്. സ്ഥൂലം സൂക്ഷ്മം കാരണാഖ്യമുപാധിത്രിതയം ചിതേഹ ഏതൈർവിശിഷ്ടോ ജീവ സ്യാദ്വിയുക്ത പരമേശ്വര. സ്ഥൂലം സൂക്ഷ്മം കാരണാഖ്യം, അതായത് സ്ഥൂലം സൂക്ഷ്മം കാരണം എന്ന് പേരുള്ളതായ, അതായത് 3 തരം ശരീരം നമുക്കുള്ളത്. ഒന്ന് ഈ പുറത്ത് കാണുന്ന സ്ഥൂല ശരീരം, പിന്നെ സൂക്ഷ്മ ശരീരം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇന്ദ്രിയങ്ങളും പിന്നെ പഞ്ചപ്രാണനും പഞ്ച തന്മാത്രകളും പഞ്ചഭൂതങ്ങളും അന്ധക്കരണവും, അതാണ് സൂക്ഷ്മ. പിന്നെ കാരണദേഹം, ഈ സൂക്ഷ്മദേഹത്തിൻ്റെയും കാരണമായിട്ടുള്ളത്. അങ്ങനെ 3 ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. 3 ബോഡി ഉണ്ട്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഉപാധിത്രതയെ 3 വിധം ഉപാധി ഉണ്ട് നമുക്ക്. ഏതൈഹി വിശിഷ്ട ജീവ സ്യാദ്, ഇവയാൽ വിശേഷിക്കപ്പെടുന്ന ജീവൻ 3 തരം ശരീരം ഉണ്ട് കേട്ടോ. ആകും ജീവൻ വിയുക്ത, വേറിട്ടവൻ പരമേശ്വരൻ. ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുകയാണ് ഭഗവാൻ. അതായത് സ്ഥൂലദേഹം, സൂക്ഷ്മദേഹം, കാരണദേഹം, ഇങ്ങനെ 3 തരത്തിലുള്ള ഉപാധിയാണ് ആത്മാവിനുള്ളത്. അപ്പോഴാണ് ജീവനുള്ളത്. ഈ 3 വിധം ഉപാധികളോട് കൂടിയ അതായത് ഈ ഉപാധികളെയൊക്കെയാണ് ഞാനാണെന്ന് അഭിമാനിക്കണം നമ്മളെ, അതായത് സൂക്ഷ്മ ശരീരത്തിന്. അപ്പോൾ ഈ ജീവൻ ആത്മാവാണ് ഞാൻ എന്ന് മറന്നിട്ട് ഈ ഉപാധികളോട് കൂടിയ ജീവനാണ് ഞാൻ എന്ന് വിചാരിക്കുകയാണ്. ഉപാധി പറഞ്ഞാൽ ലിമിറ്റേഷൻസ്. ശരിക്ക് ലിമിറ്റ്ലെസ് ആയിട്ട് ആത്മാവാണ് ഞാൻ. അത് മറന്നിട്ട് ജീവൻ ഈ ലിമിറ്റേഷൻസോട് കൂടിയിട്ടുള്ള ജീവനാണെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഈ ഉപാധിക്കൊക്കെ ലിമിറ്റേഷൻസിനും ഒക്കെ അപ്പുറത്താണ് ഭഗവാൻ. ഞാൻ സ്ഥൂല ശരീരമാണെന്ന് വിചാരിക്കണ ആ ജീവനെ വിശ്വൻ എന്ന് പറയും. ഞാൻ ആ സൂക്ഷ്മ ശരീരമാണെന്ന് പറയണ ആ ജീവനെ എന്താ പറയുക അറിയോ? തൈജസൻ എന്ന് പറയും. ഞാൻ കാരണശരീരമാണെന്ന് അഭിമാനിക്കണ ആ ജീവനെ പ്രാജ്ഞൻ എന്ന് പറയും. അങ്ങനെ 3 തരത്തിലാണ് പറയുക. നമ്മൾ ഈ സ്ഥൂല ശരീരം എന്ന് വിചാരിക്കണത് വിശ്വൻ, നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന് വിചാരിക്കണത് തൈജസൻ, നമ്മൾ കാരണശരീരമാണെന്ന് വിചാരിക്കണത് പ്രാജ്ഞൻ. അപ്പോൾ പിന്നെയോ അത് നമ്മുടെ മൈക്രോകോസം. ഇനി നമ്മൾ മാക്രോകോസം എടുത്താൽ, അതായത് സമഷ്ടി എടുത്താൽ അത് വിരാട് പുരുഷനാണ് ഈ സ്ഥൂലാഭിമാനി. പിന്നെയോ ഈ സൂക്ഷ്മ ശരീരത്തിന് അഭിമാനി ഹിരണ്യഗർഭനാണ്. പിന്നെയോ ഈ ലോകത്തിൻ്റെ മുഴുവൻ കാരണശരീരം ഈശ്വരൻ ആണെന്ന് വിചാരിക്കണതാണ്. അത് കാരണശരീരം ഞാനാണെന്ന് വിചാരിക്കണത് ഈശ്വരനാണ്. അപ്പം നമുക്കുള്ള പോലെ തന്നെ, അതായത് വ്യക്തിക്ക് വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നുള്ള പോലെ തന്നെ സമഷ്ടിക്ക്, അതായത് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കണ ശക്തിക്ക് ഉണ്ട്. അതുപോലെ എന്താ പറയുക, ഒന്ന് ഈ നമ്മുടെ വിശ്വന് പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് വിരാട് പുരുഷൻ, പിന്നെ യൂണിവേഴ്സൽ സോളായി നിൽക്കണത് ഹിരണ്യഗർഭൻ, പിന്നെ ഈശ്വരനായി നിൽക്കണത് കാരണ സ്വരൂപൻ. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ അന്തര്യാമി രൂപേണ ഈശ്വരനും ഈ സമഷ്ടിയിലുണ്ട്. അതായത് യൂണിവേഴ്സിൽ അന്തര്യാമിയായിട്ട് ഈശ്വരനുണ്ട്. ഈ 3 ലിമിറ്റേഷനിൽ നിന്നും പിന്നെ ഫ്രീ ആണ് പരമാത്മ ചൈതന്യം, അല്ലെങ്കിൽ ശരിക്കും നമ്മുടെ ആത്മാവ്. ഇതിനൊക്കെ ഈ ലോകമായിട്ടും കൂടി ബന്ധമില്ല ശരിക്കും പറയാച്ചാൽ, പക്ഷെ ഉണ്ടെന്ന് തോന്നുകയാണെ. അപ്പം നമ്മളൊരു ഇൻഡിവിജ്വലായിട്ട് എടുക്കുമ്പോൾ നമുക്ക്
പിന്നെ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്ന് പറഞ്ഞില്ലേ, യൂണിവേഴ്സലായിട്ട് എടുക്കുകയാണെങ്കിലും ഉണ്ടേ. കാരണം മായയ്ക്കുള്ളിലാണ്. അപ്പോൾ വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഈശ്വരൻ. ആ ഈശ്വരന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഈ പ്രാജ്ഞ എന്ന് പറഞ്ഞ കാരണശരീരം വിചാരിക്കണേ, നമുക്ക് ഈ ഈശ്വരന് പക്ഷെ ജ്ഞാനമുണ്ട്. ഭഗവാൻ അതായത് സർവശക്തനായതുകൊണ്ട്, ജ്ഞാനമുള്ളതുകൊണ്ട് ഈ പുറത്തുള്ള പരമാത്മാവിൻ്റെ പോലെ തന്നെ അല്ലെങ്കിലും ഈ അജ്ഞാനമില്ല. അതായത് ഈശ്വരനെ ഞാൻ പരമാത്മാവാണെന്ന് അറിയാം, നമുക്ക് പരമാത്മാവാണെന്ന് അറിയില്ല. അതാണ്. അപ്പോൾ ജീവനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈശ്വരൻ ശരിക്ക് കാരണ ശരീരത്തോടു കൂടിയത്, അതായത് ഈ മായയുടെ ഉള്ളിൽ തന്നെയാണ്. പക്ഷേ നമ്മൾ മായയുടെ ഉള്ളിലാണ്. പക്ഷെ നമ്മൾ ആത്മാവാണ് എന്നുള്ള അറിവില്ല. നമ്മൾ അജ്ഞാനമുണ്ട് നമുക്ക്, അല്ലെങ്കിൽ അവിദ്യ ഉണ്ട്. നമ്മൾ അവിദ്യയിലത്തെ റിഫ്ലക്ഷനാണ്. പക്ഷെ ഈശ്വരൻ വിദ്യയിലത്തെ റിഫ്ലക്ഷനാണ്. ഈശ്വരൻ മായയുടെ ഉള്ളിൽ വർത്തിക്കുകയാണെങ്കിലും ഈശ്വരനെ അറിയാം ഞാൻ ആ പരബ്രഹ്മം തന്നെയാണെന്ന്. ആ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. സ്ഥൂലം സൂക്ഷ്മം കാരണാഖ്യമുപാധി ത്രിതയം ചിതേഹേ ഏതൈർവിശിഷ്ടോ ജീവ സ്യാദ്വിയുക്ത പരമേശ്വര. 24. ജാഗ്രൽ സ്വപ്ന സുഷുപ്താഖ്യ സംസിതിർയാ പ്രവർത്തതേ തസ്യാ വിലക്ഷണ സാക്ഷി ചിന്മാത്രസ്ത്വം രഘുത്തമ. ജാഗ്രൽ സ്വപ്ന സുഷുപ്ത്യാഖ്യ, ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന പേരോടുകൂടിയ ഈ യാ സംസ്കൃതി പ്രവർത്തത, ഈ സംസാരം അങ്ങനെയാണല്ലോ. നമ്മൾക്ക് 3 സ്റ്റേറ്റേ അറിയുള്ളൂ: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഇതല്ലാതെ നമുക്കൊരു സ്റ്റേറ്റ് ഇല്ല, ഒരവസ്ഥയില്ല. ജാഗ്രത അല്ലെങ്കിൽ ഒന്നുകിൽ സ്വപ്നം അല്ലെങ്കിൽ സുഷുപ്തി. സ്വപ്നം കഴിഞ്ഞാൽ സുഷുപ്തിയായി, സുഷുപ്തി എന്ന് ഉണർന്നാൽ ജാഗ്രതയായി. ഈ 3 അവസ്ഥയെ നമുക്കുള്ളൂ അല്ലേ? ഈ നമ്മുടെ സംസാരം മുഴുവൻ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. തസ്യാഹ വിലക്ഷണ, അതിൽ നിന്ന് വ്യത്യാസമായ ലക്ഷണത്തോടു കൂടിയ ചിന്മാത്ര ജ്ഞാനസ്വരൂപൻ. ഭഗവാൻ അങ്ങനെയല്ല. രഘുത്തമാഹേ രാമ, അങ്ങ് നിന്തിരുവടിയാവുന്നു. അതായത് ഈ ലോകത്തിലത്തെ എല്ലാ ജീവികൾക്കും 3 അവസ്ഥയുള്ളൂ. പക്ഷേ ഹേ ശ്രീരാമ, അങ്ങ് മാത്രം ഈ 3 അവസ്ഥയിലല്ല നിൽക്കണത്. 4ാമത്തെ അവസ്ഥ തുരിയാണ്. ഭഗവാൻ എപ്പോഴും തുര്യത്തിലാണ്. അതാണ് പറയണത്. ഈ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഈ സ്ഥൂലമായിട്ടുള്ള അവസ്ഥ അറിയണത്, അതായത് ജാഗ്രതയിലത്തെ ഞാൻ ആണ് ആര്? വിശ്വൻ. സ്വപ്നത്തിലത്തെ ഞാനാണ് തൈജസൻ. സുഷുപ്തിയിലത്തെ ഞാനാണ് പ്രാജ്ഞൻ. അതായത് കാരണശരീരം മാത്രമേ സുഷുപ്തിയിലുള്ളൂ. അപ്പോൾ നമ്മൾ ജാഗ്രതയിൽ നമ്മൾ ഈ സ്ഥൂല ശരീരം, എൻ്റെ കയ്യ കാലതൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കണം. അതാണ് വിശ്വൻ. സ്വപ്നത്തിൽ നമ്മളെ മനസ്സടക്കം ലയിച്ചിരിക്കണു. അപ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരം ആണ് ഞാനാണ് വിചാരിക്കണതിൽ. അതുകൊണ്ടാണ് തൈജസൻ. പിന്നെ സ്വപ്നത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അതാണ്. അപ്പോൾ സൂക്ഷ്മ ശരീരം ഉണ്ട്. ജാഗ്രതത്തിൽ സ്ഥൂലവും സൂക്ഷ്മ ശരീരമുണ്ട്. നമ്മൾ സ്ഥൂല ശരീരമെന്ന് വിചാരിക്കുന്നതാണ് വിശ്വൻ. സ്വപ്നത്തിൽ സ്ഥൂല ശരീരമില്ല, നമ്മുടെ മനസ്സ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. സ്ഥൂല ശരീരം ഉറങ്ങുക അല്ലേ, ഇളകാണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ഥൂല ശരീരം ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ മനസ്സ് ഉണ്ട് സ്വപ്നത്തിൽ. അതുകൊണ്ട് അത് തൈജസൻ. പിന്നെ സുഷുപ്തിയിലാകുമ്പോൾ ഈ സൂക്ഷ്മ ശരീരവും ഉറങ്ങി, അല്ലെങ്കിൽ ലയിച്ചു, മനസ്സും കൂടി ലയിച്ചു. പിന്നെ ആ കാരണ ശരീരം മാത്രമേ ഉള്ളൂ. അതായത് അജ്ഞാനമുണ്ടേ അപ്പോഴും. അതുകൊണ്ടാണത് ആ കാരണ ശരീരം. അതാണ് നമ്മൾ പറഞ്ഞ പ്രാജ്ഞൻ. അപ്പോൾ ഭഗവാൻ ഇങ്ങനത്തെ ഈ അവസ്ഥയൊന്നുമില്ല. അപ്പം ഈ ജാഗ്രത അവസ്ഥയെ, അപ്പം എല്ലാ അവസ്ഥയിലും ചൈതന്യമുണ്ട്. നമ്മൾ പറഞ്ഞ ആ 3 തരത്തിലുള്ള ചൈതന്യമുണ്ട്: വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ. പക്ഷേ ഭഗവാന് ഇതൊന്നുമില്ല. ഈ 3 അവസ്ഥയുടെയും സാക്ഷിയാണ് ആര്? അതായത് ശരിക്കും പറയാച്ചാൽ ജാഗ്രതത്തിൻ്റെ സാക്ഷി വിശ്വൻ എന്ന് പറയാം, സ്വപ്നത്തിൻ്റെ സാക്ഷി തൈജസൻ എന്ന് പറയാം. അറിയുന്നുണ്ടല്ലോ. ഈ സുഷുപ്തിയുടെ പ്രാജ്ഞൻ എന്ന് പറയാം. പക്ഷെ ഈ 3ൻ്റെയും സാക്ഷിയായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത് അപ്പുറത്ത്. അതാണ് ഈ
അതിൻ്റെയും അതായത് ഈ മൂന്ന് വിശ്വൻ്റെയും തൈജസൻ്റെയും പ്രാജ്ഞൻ്റെയും മൂന്നവസ്ഥകളുടെ ആവർത്തനമാണ് ശരിക്കും സംസാരം എന്ന് പറഞ്ഞാൽ. ഈ മൂന്നവസ്ഥയും അവിദ്യയിലാണ് പ്രവർത്തിക്കണതേ. അജ്ഞാനത്തിലെന്നോ അവിദ്യ എന്നോ പറയാം. അതായത് നമ്മളൊക്കെ മായയുടെ ഉള്ള ഈ അവസ്ഥാത്രയത്തെ മൂന്നിനെയും അറിയുന്ന ആരാളാണ്? ജ്ഞാനസ്വരൂപനായിട്ട് ഈശ്വരൻ. അജ്ഞാനം ഇല്ലാത്ത ഈശ്വരന് ഈ മൂന്ന് അവസ്ഥയിലും നമ്മളെ കാണുന്നുണ്ട് സാക്ഷിയായിട്ട്. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. വളരെ ഒരു ഇതായിട്ടുള്ളതാണ്. കാരണം നമ്മൾ ജാഗ്രതയിൽ നമുക്ക് ഞാനാണെന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് തോന്നും അതിൻ്റെ പിന്നിലൊരു ശക്തി ഇല്ലയെന്ന്. അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഭഗവാൻ നമ്മളുടെ ജാഗ്രതയിലത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്, സ്വപ്നത്തിലത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്, സുഷുപ്തിയിലത്തെ കാര്യങ്ങളും കാണുന്നുണ്ട്. അതായത് ഭഗവാൻ ഈ മൂന്നവസ്ഥയ്ക്കും അതീതനാണ്. തുരീയാവസ്ഥയിലാണ് എപ്പോഴും വർത്തിക്കുന്നത് ഭഗവാൻ. ഈ മൂന്നവസ്ഥകളെയും അറിയുന്നവനാണ്. മാത്രമല്ല ഈ മൂന്നവസ്ഥകളിൽ നിന്നും ഭിന്നനുമാണ്. എന്തുകൊണ്ട്? ഇതൊക്കെ അവിദ്യയാണ് ഈ മൂന്ന് അവസ്ഥയും. പക്ഷെ ഭഗവാനോ വിദ്യയാണ്, ജ്ഞാനസ്വരൂപനാണ്. ആ ജ്ഞാനം തന്നെയാണ് അങ്ങ് എന്നാണ് ഇതിലെ പറഞ്ഞത് കേട്ടോ. ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യാഖ്യ സംസൃതിർയാ പ്രവർത്തതേ തസ്യാ വിലക്ഷണ സാക്ഷി ചിന്മാത്രസ്ത്വം രഘൂത്തമാ. ത്വത്തയേവ ജഗജ്ജാതം ത്വയി സർവം പ്രതിഷ്ഠിതം ത്വയേവ ലീയതേ കൃഷ്ണം തസ്മാത് തം ത്വം സർവകാരണം. ത്വത്തഃ ഏവ നിന്നിൽ നിന്നു തന്നെ ജഗത് ജാതം ലോകം ഉണ്ടായത് നിന്നിൽ നിന്നാണ്. ത്വയി സർവം പ്രതിഷ്ഠിതം നിന്നിൽ തന്നെ നിലനിൽക്കുന്നു. ത്വയേവ കൃഷ്ണം ലീയതേ നിന്നിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. തസ്മാത്വം സർവേ കാരണം അതുകൊണ്ട് നീയെ എല്ലാറ്റിനും കാരണമായവനാണ്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഭഗവാനിൽ നിന്നുണ്ടാവുന്നു. അതിനാൽ ഭഗവാനാണ് കാരണങ്ങളുടെ കാരണം. അതായത് ഈശ്വരൻ്റെ ലക്ഷണം തന്നെ അതാണ്. എന്താ വെച്ചാൽ ഈ കാണപ്പെടുന്ന ചരാചര ലോകം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്. ഭഗവാനെ ആശ്രയിച്ച് അത് നിലനിൽക്കുന്നു. പിന്നെ അവസാനം അവിദ്യാവുന്ന മായയോടുകൂടി ഭഗവാനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അതായത് ഭഗവാനാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ഒക്കെ കാരണം. ആ കാരണത്തിൻ്റെ കാരണമായിട്ടുള്ള ആളാണ് ഭഗവാൻ. ത്വത്ത ഏവ ജഗജ്ജാതം ത്വയി സർവം പ്രതിഷ്ഠിതം ത്വയേവ ലീയതേ കൃഷ്ണം തസ്മാത്വം സർവകാരണം. രജ്ജാവഹിമിവാത്മാനം ജീവം ജ്ഞാത്വാ ഭയം ഭവേത്. ഇതാണ് ഇപ്പോൾ ഏകദേശം പറഞ്ഞത് നമ്മൾ വായിച്ചുല്ലോ. പരാത്മാഹമിതി ജ്ഞാത്വാ ഭയദുഃഖൈർ വിമുച്യതേ. എന്താ അറിയോ? രജ്ജു അഹി ഇവ, അതായത് കയറിൽ പാമ്പിനെ എന്ന പോലെ ആത്മാനം ജീവം ജ്ഞാത്വ ആത്മാവിനെ ജീവനാണെന്ന് അറിയുമ്പോൾ ഭയം ഭവേത് ഭയം ഭവിക്കും. എന്താ വെച്ചാൽ നമ്മളൊരു കയറ് കണ്ടിട്ട് ഒരു പാമ്പാണെന്ന് വിചാരിക്കുമ്പോഴാണ് ഭയം ഉണ്ടാവണം. അതേപോലെ ആത്മാവാണ് ശരിക്കും നമ്മൾ, പക്ഷെ അതിനെ ദേഹമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാവുന്നത്. അപ്പോഴേ ഈ മരണഭയം ദേഹം നഷ്ടപ്പെടുമെന്നേ. നമ്മൾ ആത്മാവാണ് എന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് നമുക്ക് മരണഭയം ഇല്ല. കാരണം ദേഹം അല്ല ഞാൻ. അപ്പം എനിക്ക് നാശം അങ്ങനെ ഇല്ല എന്ന് മനസ്സിലായി. അത് ശരിക്കും വളരെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം തന്നെയാണ്. എത്ര കേട്ടാലും നമുക്കത് പിന്നെയും പിന്നെ ആലോചിച്ചാൽ അത് ശരിക്കും നമുക്ക് അത്ഭുതമാണ്. കാരണം പാമ്പിൽ കയറ് കണ്ട് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് നമുക്ക് ഭയം ഉണ്ടായത്. അതേപോലെയാണ് ആത്മാവാണ് ഞാൻ എന്നറിയാതെ ഈ ദേഹമാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് നമുക്ക് മരണഭയം ഉണ്ടാവുന്നത്. അപ്പം ഇവിടെ കയറ് ആത്മാവും പാമ്പ് ജീവാത്മാവും. അതാണേ ശരിക്കും. അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല ഉദാഹരണമല്ലേ. നോക്കൂ, പാമ്പാണെന്ന് കയറാണ് ശരിക്കും, പക്ഷെ പാമ്പാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഭയം. അതേപോലെ ആത്മാവാണ് നമ്മൾ ശരിക്കും, പക്ഷെ ആത്മാവല്ല ഈ ദേഹമാണ് തെറ്റിദ്ധരിച്ചതുകൊണ്ട് നമുക്ക് മരണഭയം, ദേഹം നശിക്കൂ എന്നുള്ള ഭയം. മനസ്സിലായില്ലേ?
അഹം പരമാത്മാ ഇതി ജ്ഞാത്വ, ഞാൻ പരമാത്മാവാണെന്ന് അറിഞ്ഞാൽ ഭയദുഃഖൈ വിമുച്യതേ, എല്ലാ ഭയങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നമ്മൾ മോചിപ്പിക്കപ്പെടുന്നു. എത്ര സ്ഥല നമുക്ക് മനസ്സിലാവും പറയുമ്പോൾ, പക്ഷെ അത് നമുക്ക് അനുഭവമാവാൻ വളരെ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വരണം. അതങ്ങടെ അനുഭവമായാൽ ഞാൻ ഈ ജന്മാതിരഹിതനായ പരമാത്മാവ് തന്നെയാണ് ഞാൻ എന്നങ്ങടും ശരിക്കും നമുക്ക് അനുഭവമായാൽ പിന്നെ ജനന മരണ രൂപമായ ദുഃഖങ്ങളിൽ നിന്ന് മുഴുവൻ നമ്മൾ വിമുക്തരാകും. രജ്ജാവഹിമിവാത്മാനം ജീവം ജ്ഞാത്വാ ഭയം ഭവേദ് പരമാത്മാഹമിതി ജ്ഞാത്വാ ഭയദുഃഖൈർ വിമുച്യതേ. നമ്മളതന്നെ വായിച്ചുല്ലോ ഇല്ലേ ഇതിൽ രജ്ജു, നമ്മൾ അതന്നെ വായിച്ചു. ആര് പറഞ്ഞപ്പോൾ പിന്നെ എന്താണ് ഈ ഒരൊറ്റ തന്നെ എഴുത്തച്ഛനും പറഞ്ഞുല്ലോ. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ തന്നെ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഒന്നും കൂടിയും ചെയ്യാം കേട്ടോ. 25 ചെയ്യാം കേട്ടോ. ത്വത്തേവ അത് കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. ഓക്കെ, രജ്ജ അതും കഴിഞ്ഞു. ഇനി 27 വേണ്ടത്. ചിന്മാത്ര ജ്യോതിഷാ സർവാഹ സർവദേഹേഷു ബുദ്ധയാ ത്വയാ യസ്മാത് പ്രകാശ്യന്തേ സർവസ്യാത്മാ തതോ ഭവാൻ. യസ്മാത് ഏതൊരു കാര്യം കൊണ്ട്, ചിന്മാത്ര ജ്യോതിഷാ ത്വയാ ജ്ഞാനസ്വരൂപമാകുന്ന അങ്ങ്, ജ്ഞാനസ്വരൂപനായ അങ്ങ്, സർവദേഹേഷു സർവാഹ ബുദ്ധയ സർവദേഹങ്ങളിലുമുള്ള അന്ധക്കരണങ്ങളെ പ്രകാശ്യന്തേ പ്രകാശിപ്പിക്കപ്പെടുന്നുവോ. തഥാ ഭവാൻ സർവസ്യ ആത്മാ, അതുകൊണ്ട് അങ്ങ് സർവത്തിൻ്റെയും ആത്മാവാകുന്നു. എന്താ വെച്ചാൽ ഈ അറിവാകുന്ന ആ ഒരു വെളിച്ചമുണ്ടല്ലോ, ദീപം, ആ ജ്ഞാനദീപം ഭഗവാന്റെ സ്വരൂപമാണ്. ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്. അപ്പം ജ്ഞാനദീപം തന്നെയാണ് ഭഗവാൻ. ആ ജ്ഞാനദീപമാകുന്ന ഭഗവാൻ എല്ലാവരുടെ അന്ധക്കരണ വൃത്തികളെയും പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് എല്ലാവരുടെയും അന്തര്യാമിയാണ്. നമ്മുടെ ഉള്ളിലത്തെ അന്ധക്കരണത്തിനെ പ്രകാശിപ്പിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലത്തെ ആ അന്തര്യാമിയാണ് അങ്ങ്. നമ്മുടെ ഉള്ളിലത്തെ നമ്മളെ എല്ലാവരെയും, ചുരുക്കി പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളെയും ചൈതന്യവത്താക്കുന്ന ശക്തിയാണ് അങ്ങ് എന്നാണ് പറഞ്ഞത്. 28 കൂടിയും ചെയ്യാം. ചിന്മാത്ര ജ്യോതിഷാ സർവാ സർവദേഹേഷു ബുദ്ധയ ത്വയാ യസ്മാൽ പ്രകാശ്യന്തേ സർവസ്യാത്മാ തതോ ഭവാൻ. അങ്ങനെയാണ് എല്ലാവരുടെ ആത്മാവ്, മീൻസ് അന്തര്യാമി. 28 അജ്ഞാനാന്യസ്യതേ സർവം ത്വയി രജ്ജൗ ഭുജംഗവത് ത്വജ്ഞാനാല്ലീയതേ സർവം തസ്മാജ്ഞാനം സദാഭ്യസേത്. എന്താ അജ്ഞാനാൽ മീൻസ് അജ്ഞാനം കൊണ്ട്, രജ്ജൗ ഭുജംഗവത് രജ്ജുവിൽ പാമ്പെന്ന പോലെ, ത്വയി സർവം അതായത് കയറിൽ പാമ്പെന്ന പോലെ, ത്വയി സർവം ന്യസ്യതേ അങ്ങയിൽ സർവവും ആരോപിക്കപ്പെടുന്നു. ത്വജ്ഞാനാത് നിന്തിരുവടിയെ അറിഞ്ഞാൽ സർവം ലീയതേ സർവം ലയിക്കുന്നു. തസ്മാൽ സദാ ജ്ഞാനം അഭ്യസേ, അതുകൊണ്ട് എപ്പോഴും ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതായത് കയറിൻ്റെ ശരിയായിട്ടുള്ള രൂപം അറിയാണ്ട് അതിനെ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപത്തിനെ നമ്മൾ അറിയാത്തത് കൊണ്ട് ഈ ജഗത്ത് വേറെ ഉള്ളതായിട്ട് നമുക്ക് തോന്നുകയാണ്. ജഗത്ത് അതായത് ഭഗവാനിൽ നമ്മൾ ആരോപിക്കുകയാണ് ജഗത്തിനെ, ഭഗവാനെ അറിയാതെ. അതായത് ശരിക്കും പാമ്പിനെ രജ്ജുവിൽ അതായത് കയറിൽ പാമ്പിനെ നമ്മൾ ആരോപിക്കുക, അധ്യാരോപണം എന്ന് പറയില്ലേ. പാമ്പിൽ നമ്മൾ കയറിനെ കാണുക. അതുപോലെയാണ് ആത്മാവിൽ നമ്മൾ ജഗത്തിനെ കാണുകയാണ് ശരിക്കേ.
കയറിൽ പാമ്പിനെ കാണുന്ന പോലെ ആത്മാവിൽ നമ്മൾ ജഗത്തിനെ കാണുകയാണ്. പക്ഷേ ആ കയറാണെന്ന് അറിയുമ്പോൾ നമുക്ക് പാമ്പില്ലാതെ ആവുമല്ലോ, പാമ്പാന്നുള്ള വിചാരം ഇല്ലാണ്ടാവും. അതേപോലെ ഭഗവാനെ അറിയുമ്പോൾ ജഗത്തില്ലാണ്ടാവും. അതാണ് ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ഭഗവാനെ അറിയുന്ന നിമിഷം ഈ ജഗത്തില്ല, ഈ ലോകമില്ല. അതായത് 3 കാലത്തിലും ശരിക്ക് ഇപ്പോൾ ഒരു കയറവിടെ കിടക്കുന്നുണ്ടാച്ചാൽ അവിടെ കിടന്നായിരുന്നു, അപ്പോഴത് പാമ്പല്ല. ഇപ്പം കിടക്കണു അവിടെ കയറ്, അപ്പോഴത് പാമ്പല്ല. ഇനി അവിടുന്ന് എടുത്ത് മാറ്റിയാലും അത് കയറ് തന്നെയാണ്. അതേപോലെയാണ് ലോകം. ഈ ലോകം ഉണ്ടാവണേൻ്റെ മുമ്പേയും ഭഗവാൻ മാത്രമേ ഉള്ളൂ, ലോകം ഉള്ളപ്പോഴും ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഇനി ലോകം നശിച്ചു കഴിഞ്ഞാലും ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സാക്ട്ലി നമുക്ക് ഈ എക്സാമ്പിൾ വെച്ച് നമുക്കിത് ശരിക്കും മനസ്സിലാക്കാം. അപ്പോൾ ഈ ലോകം ഇല്ലാത്തതാണെന്നുള്ള അനുഭവം നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുമ്പോൾ അതുണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കണമെന്ന് പറയണം. ഒരു ഇതുണ്ട്, ത്വചിന്തനം. എങ്ങനെ നമുക്ക് സാധിക്കുക? അങ്ങനെ നമുക്ക് ഭഗവാൻ ആത്മാവാണെന്ന് നാം എപ്പോഴാണ് നമുക്കത് എന്ത് ചെയ്താലാണ് നമുക്കത് സാധ്യമാവുക എന്ന് ചോദിച്ചാൽ, ത്വചിന്തനം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും 9, ത്വത്കഥനം, അന്യോന്യം തൽപ്രബോധനം, ഏകാന്തേ തൽപരത്വം ച തദഭ്യാസം വിദുർബുധ. എന്താണ് പറയണത്? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ് പ്രാവശ്യം. ത്വചിന്തനം, എപ്പോഴും ഭഗവാനെ ചിന്തിക്കാൻ ശ്രമിക്കുക. പിന്നെയോ ത്വത്കഥനം, എപ്പോഴും ഭഗവത് കഥകൾ പറയാൻ ശ്രമിക്കുക. പിന്നെയോ അന്യോന്യം ത്വൽപ്രബോധനം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധനം ചെയ്യുക. മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈശ്വര കഥകൾ പറഞ്ഞ് നമ്മളെ ഇൻസ്പയർ ചെയ്യുക. എപ്പോഴും ഈശ്വരനെ പറ്റി ചിന്തിക്കുക, എപ്പോഴും ഈശ്വര കഥകൾ പറയുക. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അന്യോന്യം എപ്പോഴും ഈശ്വര കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈശ്വര കഥകൾ പറഞ്ഞ് ഇൻസ്പയർ ചെയ്യുക. ഏകാന്തത്തിൽ, അതാണ് ഏകാന്തേ തൽപരത്വം ചാന്ന് പറഞ്ഞ്, ഏകാന്തത്തിൽ ഈശ്വര സ്വരൂപം അറിയാനായിട്ട് എന്ത് ചെയ്യുക? തദഭ്യാസം വിദുർബുധ. ബുധ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ, അതായത് വിവേകികൾ എന്താ ചെയ്യുക? ഏകാന്തത്തിലിരുന്നിട്ട് ഭഗവാനെ അറിയാനായിട്ടുള്ള ധ്യാനാദികളൊക്കെ ശീലിക്കും. ഈ പ്രവൃത്തിയിലൊക്കെ എപ്പോഴും ആരാണ് ഏർപ്പെടുന്നത്? അവർക്ക് ജ്ഞാനം അഭ്യസിക്കുകയാണ് അവർ. അതാണ് ജ്ഞാനാഭ്യാസം. അങ്ങനെ ജ്ഞാനം അഭ്യസിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ആത്മാവാണ് ഞാൻ എന്നുള്ള അറിവ് ലഭിക്കും എന്ന് പറഞ്ഞ് നിർത്താം. ഇനിയിപ്പോൾ സമയമായി, കുറച്ചുകൂടി അത് വിസ്തരിക്കാനുണ്ടെങ്കിലും ഞാൻ ഇവിടെ നിർത്തുകയാണ്. അജ്ഞാനാന്യസ്യതേ സർവം ത്വയിരജ്ജൗ ഭുജംഗവത് ത്വജ്ഞാനാല്ലീയതേ സർവം തസ്മാജ്ഞാനം സദാഭ്യസേത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്നാനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.